ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സെറ്റാഫിലിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഔട്ടർ പാക്കേജിങ് വരുന്നത്. സാധാ നമ്മുടെ കാർബോൾ ടൈപ്പിൽ വരുന്ന ഒരു പാക്കേജിങ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് സെറ്റാഫിലിൻ്റെ ഡയലോങ് സീരീസിൽ വരുന്ന സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീനിൻ്റെ SPF വരുന്നത് 30 ആണ് കേട്ടോ. UVA UVB പ്രൊട്ടക്ഷൻ ആണ് സൺസ്ക്രീനുള്ളത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 200 ml ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്ത ടൈപ്പിലും ഇത് അവൈലബിൾ ആണ്. അതായത് 50 ml 100 ml അങ്ങനെയുള്ള ട്യൂബുകളിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാക്കേജിങ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധാ വരുന്ന സൺസ്ക്രീനൊക്കെ വരുന്ന പാക്കേജിങ് തന്നെയാണ്. SPF വരുന്നത് 30 ആണ് എന്നൊക്കെ വലിയ ലെറ്ററിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൺസ്ക്രീന് UVA UVB പ്രൊട്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഹാനികരമായിട്ടുള്ള കിരണങ്ങളിൽ നിന്നും നല്ലൊരു സംരക്ഷണം നമുക്ക് കിട്ടും കേട്ടോ. ഈ സൺസ്ക്രീൻ വന്നിട്ട് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളം തട്ടുമ്പോഴേക്കും ഉടൻ തന്നെ ഇത് പോകത്തില്ല. സെറ്റാഫിലിൻ്റെ ഈ ഒരു സൺസ്ക്രീനെ പറ്റിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇത് നോൺ സ്റ്റിക്കി ആയിട്ടുള്ളൊരു ഫോർമുലയാണ് ഇതിൻ്റേത്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ എളുപ്പത്തിൽ തന്നെ അത് അബ്സോർബ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഫീലും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു സൺസ്ക്രീനിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് സൺസ്ക്രീൻ കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു പാടാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അലർജി അല്ലെങ്കിൽ സ്കിന്നിൽ നല്ല രീതിയിൽ ചൊറിയുന്ന പോലെ ഉള്ളൊരു അവസ്ഥ, അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ തന്നെയാണ്. സെറ്റാഫിലിൽ വരുന്ന എല്ലാ പ്രോഡക്ട്സും നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളാണല്ലേ. നമുക്ക് വിശ്വസിച്ചിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രാൻഡാണത് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറൊക്കെ വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണത്. ഇതിൻ്റെ ഒരു ഫോർമുല വരുന്നത് ഓയിൽ ഫ്രീ ആയതിനാൽ ഓയിലി സ്കിന്ന് ഉള്ളവർക്കും ഉപയോഗിക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഒരു സൺസ്ക്രീൻ വന്നിട്ട് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ വലിയ 200 ml ഈ ഒരു പാക്കിംഗ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ SPF 30 ആയതുകൊണ്ട് തന്നെ സമ്മറിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്നിവക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സൺസ്ക്രീനിൽ SPF 30 മാത്രം ഉള്ളത് കൊണ്ട് തന്നെ വളരെ കഠിനമായിട്ടുള്ള സൂര്യപ്രകാശത്തിൽ നിന്നൊന്നും നമുക്ക് അത്ര ഒരു പ്രൊട്ടക്ഷൻ കുറവായിരിക്കും കേട്ടോ. അതായത് ബീച്ച്, ഡിസേർട്ട് അങ്ങനെയുള്ള പ്ലേസിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ SPF 50 അല്ലെങ്കിൽ 50+ ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ സെറ്റാഫിൽ പ്രോഡക്ട്സുകളെല്ലാം തന്നെ സാധാരണയായി ഹൈ പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ചിലർക്ക് ആദ്യം അല്പം ഗ്രേസി ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോൾ അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും അത് നോർമലായിട്ട് മാറും. ഓക്കെ, പിന്നെ പുറത്തേക്ക് പോകുന്ന ടൈമിൽ 15-20 മിനിറ്റ് മുൻപെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. സൺസ്ക്രീൻ എപ്പോഴും അങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, പിന്നെ മുഖത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ നെക്കിലും ദിവസേന ഇത് ഉപയോഗിക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ ഫേസ് ഒരു കളറും നെക്ക് വേറെ ഒരു കളറും ആയിട്ട് മാറും. നിങ്ങളിപ്പോൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക്, ഷോപ്പിങ്ങിന് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റുന്നതാണ്. അതായത് നോർമൽ ആയിട്ടുള്ള എല്ലാ യൂസിനും ഇത് നല്ലതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഓവറായിട്ടുള്ള സണ്ണുള്ള ടൈമിലാണെങ്കിലാണ് നമ്മൾ SPF 50ക്ക് മുകളിലുള്ളത് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്മെല്ലും നല്ലതാണ്. ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അല്പം നല്ലൊരു നമ്മുടെ ഫേസിന് ഒരു ഗ്ലോ തരുന്ന ഒരു ഡ്യൂവി ലുക്കാണ് നമുക്കിത് നൽകുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഇത് ഗ്രേസി ആയിട്ട് തോന്നുന്നു എന്നും പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പറഞ്ഞ പോലെ ചില ടൈമിലാണെങ്കിൽ അല്പം ഗ്രേസി ആയിട്ട് തോന്നുമെങ്കിലും ഡ്രൈ ആകുമ്പോൾ അത് ആവാറുണ്ട്. സ്കിന്നിൻ്റെ ഒരു സൺ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെങ്കിലും ഒരു മോയ്സ്ചറൈസറിൻ്റെ ഒരു പ്രൊട്ടക്ഷനും നമുക്ക് ഈ ഒരു സൺസ്ക്രീനിൽ നിന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു റിവ്യൂ വീഡിയോ. വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.